ഒന്നും വന്നിട്ടില്ല വില്ലേജ് ഓഫീസർ. സ്വന്തമായിട്ട് വീടുണ്ട്, വസ്തുവുണ്ട്, വഴിയുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടണം കേട്ടോ. എത്ര ദിവസമായിട്ട് ഞാൻ ഈ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുവാന്നറിയാവോ? ഇന്നേ ദിവസം വരെ ആ വില്ലേജ് ഓഫീസറെ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ ഈ വില്ലേജ് ഓഫീസ് എന്നുള്ള പേര് മാറ്റിയിട്ട് വല്ല ജിംനേഷ്യം ഒന്ന് ഇടണം. കാരണം കയറി ഇറങ്ങി എന്റെ ഷുഗറിന്റെ ലെവൽ അങ്ങ് താഴോട്ട് പോയി. അവിടെ ഇവിടെയും കയറി ഇറങ്ങി ചെരുപ്പിന്റെ വാക്കുവശം ഉഴുന്നുവട പോലായി കേട്ടോ ചേച്ചി. എനിക്കറിയത്തില്ല. ഓ, ഈ നേരമില്ലാത്ത നേരത്തെ ഈ പെണ്ണെന്തിനീ കിടന്ന് വിളിക്കുന്നത്? ഹലോ എടി സുജാത, നീ എവിടെ അടി? എടി, ഞാൻ രാവിലെ വില്ലേജ് ഓഫീസിലോട്ട് ഇങ്ങ് പോന്നു. യോ, നിനക്ക് ജോലി കിട്ടിയോ? കിട്ടി. ഇവിടെ ഓഡിറ്ററായിട്ട് ജോലി കിട്ടി. എന്നെ പോവണേ അവിടുന്ന്. എടി, ബാങ്കിൽ ഒരു ലോണിന് പോയതാടി. അവിടെ ചെന്നപ്പോ അവർക്ക് ഇതുപോലെ സംശയമില്ല. എന്റെ അച്ഛൻ മരിച്ചു പോയതല്ലയോ? ഞങ്ങള് 4-5 മക്കളെ ഉള്ളോ, വേറെ വല്ല അവകാശികളും ഉണ്ടോ, ഇതില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്ന് ഓരോന്തോന്നാ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് ചെല്ലണമെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചു പോയതായതുകൊണ്ട് അച്ഛന്റെ മരണത്തിൽ പങ്കെടുത്താൽ ഞങ്ങൾ അച്ഛനെ അറിയാവുന്ന, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ, അച്ഛനെ അറിയാവുന്ന അയൽവക്കക്കാരായിട്ടുള്ള ആരെങ്കിലും വിളിക്കണമെന്ന്. ഞാൻ മറ്റേ നമ്മുടെ ഇല്ലേ ദിവാകര കൈമൾ അങ്കിൾ ഇല്ലയോ, ആ അങ്കിളിനെ വിളിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലാത്ത ആ മനുഷ്യനെ കൊണ്ടാന്നോ? ആര് പറഞ്ഞ അങ്ങേർക്ക് ഓർമ്മയില്ലെന്ന്? ഈ നാട്ടിൽ